ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ട്രൗസറിന് നമ്മൾക്കൊരു ക്രോച്ച് പീസ് നമ്മൾ തയ്ക്കാറുണ്ട്. ഇവിടെ ഒരു ക്രോച്ച് പീസ് തയ്ക്കാറുണ്ട്. ആ ഒരു പീസ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രൗസറിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ, നമുക്ക് നാടിയൊക്കെ തയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്തിൻ്റെ ഉൾവശം ഇതുപോലെ മുകളിൽ വെക്കുക. ഇത് നമ്മളിവിടെ ഒരു ക്രോച്ച് പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് 4-5 വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. കേട്ടോ, അടിവശത്ത് നമ്മൾ ക്രോച്ച് പീസിൻ്റെ ആ ഒരു പീസ് വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മുടെ ട്രൗസറിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഇതുപോലെ വരുന്ന രീതി, അതായത് നമ്മുടെ ട്രൗസറിൻ്റെ ഉൾവശം മുകളിൽ കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ചെറുതായി ഒന്ന് മടക്കുക. കേട്ടോ, ഇതിനെ ഇതുപോലെ ചെറുതായി, അതായത് 1/4 ഇഞ്ച് വീതിയിലൊന്നും മടക്കാൻ പാടില്ല. ഒരു പോയിന്റ് വരുന്ന രീതിയിൽ മാത്രം മടക്കിയെടുത്താൽ മതി. ഇനി നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഇവിടെ നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി കൊടുക്കുക. കേട്ടോ, അതായത് നമ്മുടെ ഈ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു തയ്യൽ തുമ്പിനെ ഇതുപോലെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ കവർ ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടി, അതായത് നമ്മുടെ ഇപ്പോൾ വെച്ച ആ ഒരു ക്രോച്ച് പീസിലല്ല, നമ്മുടെ ട്രൗസറിൻ്റെ പീസിൽ കൂടി, കട്ട് ചെയ്ത പീസിൻ്റെ മുകളിൽ കൂടിയാണ് തയ്ച്ച് വരേണ്ടത്. ഒരിക്കലും ആ ഒരു പീസിൻ്റെ മുകളിൽ തയ്ക്കാൻ പാടില്ല. ഇതുപോലെ സൈഡിൽ കൂടി തയ്ച്ചെടുക്കുക. ഇതുപോലെയാണ് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കേട്ടോ, നമ്മൾ ആ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു പീസ് നമുക്കിവിടെ കവർ ചെയ്ത് കിട്ടും. തയ്ച്ചതിൻ്റെ പീസ് കവർ ചെയ്ത് കിട്ടും. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് രണ്ടാമത്തെ സൈഡ്, നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. കേട്ടോ, നമ്മുടെ ബാക്ക് പീസാണിത്. നമ്മുടെ സൈഡ് ഭാഗം ജോയിൻ്റ് ചെയ്തതാണ്. ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുക. നമ്മളെപ്പോഴും മടക്കുമ്പോൾ നമ്മുടെ അടിവശത്ത് നമ്മൾ വെച്ച ആ ഒരു ക്രോച്ച് പീസിൻ്റെ ഭാഗമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ വെച്ച് കൊടുത്താൽ മാത്രമേ ഈ ഒരു പീസ് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഏത് ഭാഗത്താണ് ആദ്യം വെക്കുന്നത്, അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഭാഗം എങ്ങനെയാണ് വെച്ചത്, ഇതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് വെച്ച് കൊടുത്തത്, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗം നമ്മുടെ ബാക്ക് ഭാഗത്ത്, ഏത് ഭാഗത്തു നിന്നാണോ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ച് മാത്രം ഇത് സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ കവർ ചെയ്ത് വെച്ച് ഇവിടെ നമ്മൾ മുകൾ ഭാഗത്ത് നല്ല വശത്ത് ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. കേട്ടോ, ഇവിടെയും ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്രോച്ച് പീസിലല്ല സ്റ്റിച്ച് വരിക, നമ്മുടെ ബോഡിയുടെ പാർട്ട് വരും, നമ്മുടെ ട്രൗസറിൻ്റെ പാർട്ടിലാണ് സ്റ്റിച്ചിങ് വരിക. ഇങ്ങനെ മാത്രമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ, പീസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ആ തയ്യൽ തുമ്പിനെ കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് ഉൾവശത്ത് നിന്നുള്ള തയ്യൽ തുമ്പ് ഇളകിപ്പോവില്ല, കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് കേട്ടോ, ട്രൗസറിൻ്റെ ഇവിടെ നമുക്ക് നാട തയ്ക്കാൻ വേണ്ടി നമ്മൾ തയ്ച്ചതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് നല്ല വശം, ആദ്യത്തെ ഭാഗത്തിന് നല്ല വശം മുകളിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡ് കേട്ടോ. അപ്പോൾ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങളും ടച്ച് ചെയ്ത് വെച്ച് കേട്ടോ, ഇതുപോലെ ടച്ച് ചെയ്ത് വെച്ച് ഫ്രണ്ട് ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ, നമ്മളിത് മുകൾ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. മുകളിൽ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ, ഈ ഒരു ഡയമണ്ട് പീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഡയമണ്ട് പീസ് അടിവശത്ത് വരുന്ന രീതിയിൽ കിട്ടും കണ്ടോ. ഇനി ആ ഒരു ഡയമണ്ട് പീസാണ് നമ്മൾ എപ്പോഴും മടക്കുന്നത് കണ്ടോ. ഇതുപോലെ വെച്ച് ഈ ഒരു കോണിലൊക്കെ പ്ലീറ്റ് ഒന്നും വരാതെ കറക്റ്റായി മടക്കിയെടുത്ത് കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇത് രണ്ട് രീതിയിൽ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനേക്കാൾ അല്പം, കാരണം നിങ്ങൾക്ക് ഓവർലോക്കൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ട്രൗസർ മുഴുവനായും സ്റ്റിച്ച് ചെയ്യുന്നത്, ഇതിന് പോക്കറ്റൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൂടി വേണമെങ്കിൽ
നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു വീഡിയോ കൂടി ഇട്ടുതരാം. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു ട്രൗസറിൻ്റെ നാട തയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിടുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് വരുമ്പോഴും നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് നമ്മളെ മടക്കി തയ്ച്ച ആ ഒരു തയ്യൽ തുമ്പിൻ്റെ സൈഡ് വശം നമുക്ക് കറക്റ്റ് കവർ ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ കിട്ടും. കേട്ടോ ഇതുപോലെ കിട്ടും. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. കേട്ടോ അപ്പോൾ നമ്മളിത് കണ്ടോ നമ്മൾ ഈ കറക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടോ. ഇനി നമുക്ക് നാലാമത്തെ ഭാഗം കണ്ടോ നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ബാക്ക് ഫ്രണ്ട് പീസാണ് അത് വരുന്നത്. ബാക്ക് പീസ് ഇതുപോലെ വെച്ച് ഫ്രണ്ട് പീസ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ബാക്ക് പീസിന് ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് കണ്ടോ ഇത് നമ്മുടെ ബോട്ടം ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് വരുന്നത്. കണ്ടോ ഇവിടെയും കണ്ടോ നമ്മുടെ ക്രോച്ച് പീസ് അടിവശത്ത് നിന്ന് ക്രോച്ച് പീസാണ് മുകളിലേക്ക് മടക്കിയെടുക്കുന്നത്. കണ്ടോ നമ്മളിനി ഇതുപോലെ കറക്റ്റായി ഇതുപോലെ മടക്കിയെടുത്ത് ഇവിടെ നിന്ന് നമുക്കിതുപോലെ മുകളിലേക്ക് കേട്ടോ ഈ ഒരു ഭാഗത്ത് ചുരുക്കൊന്നും വരാതെ കറക്റ്റായി വെച്ച് കൊടുത്താൽ മതി. നമുക്കത് അതുകൊണ്ടാണ് പറഞ്ഞത് ചെറുതായി മാത്രം മടക്കിയെടുക്കുക, കൂടുതൽ വീതിയിൽ തയ്ച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇതുപോലെ ഒരു ഡയമണ്ട് പീസ് നമ്മുടെ ലേഡീസ് പാൻറ്റിൽ നമ്മൾ തയ്ച്ചെടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി കേട്ടോ ഇതുപോലെ വെച്ച് ഇവിടെ ഇതുപോലെ തയ്ച്ചെടുക്കും. കേട്ടോ ഇവിടെ നമുക്ക് ആ ഒരു ക്രോച്ച് പീസിൽ നമ്മൾ സ്റ്റിച്ച് ടച്ച് ചെയ്യുന്നില്ല. നമ്മുടെ ട്രൗസറിൻ്റെ പീസിലാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചും കൂടി വരുന്നത്. അപ്പോൾ നമ്മളിത് ഡയമണ്ട് പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ നമുക്കിവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് പീസ് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുക. കണ്ടോ നമുക്ക് 4 കോണിലാണ് ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്ത് നമുക്ക് കണ്ടോ തയ്യൽ തുമ്പ് പുറത്ത് വരാത്ത രീതിയിൽ എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയാണോ പീസ് വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ പീസ് വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതുപോലെ ആ ഒരു തയ്യൽ തുമ്പിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഒന്ന് നാട കൂടി ഇതിന് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ നാട തയ്ക്കുന്നത്. ഇനി നമ്മളിവിടെ നാടയെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് എത്രയാണോ വീതി ആവശ്യം അതിനനുസരിച്ച് നമുക്ക് മടക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഇനി ഈ ഒരു സമയത്താണ് നമ്മുടെ പോക്കറ്റ് കണ്ടോ നമ്മുടെ ട്രൗസറിൻ്റെ പോക്കറ്റാണിത്. ഈ ഒരു പോക്കറ്റിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മുകളിലുള്ള ഭാഗം ഇതിനെ കവർ ചെയ്തു വരുന്നത്. കണ്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു പീസിൻ്റെ മുകൾ ഭാഗം ട്രൗസറിൻ്റെ പോക്കറ്റിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇവിടെ നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്താണ് നമുക്കത് കവർ ചെയ്ത് വരുന്നത്. ഇതുപോലെ കണ്ടോ കറക്റ്റായി നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി തയ്ക്കുക. കണ്ടോ ഇതുപോലെ തയ്ക്കുന്നു. ഇനി നമുക്ക് കണ്ടോ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തയ്ച്ചെടുക്കണം. നമ്മൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് മടക്കി തയ്ച്ചാൽ മതി. ഇനി നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗം നമ്മൾ ആദ്യം എത്രയാണോ മടക്കിയിരിക്കുന്നത് അതേ അളവിൽ തന്നെ കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്രോച്ച് പീസൊക്കെ ഇവിടെ കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാകുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും